ഏതായാലും നിങ്ങൾ പറഞ്ഞ് നേരത്തെ വിശദീകരിച്ചത് ശിർക്കാരോപിക്കുന്നു, ശിർക്കാരോപണമാണ്, മുസ്ലിം സമുദായത്തിലേക്ക് ശിർക്കാരോപിച്ചവരെ കാഫിറുകളായി. അപ്പൊ ഈ വലിയൊരു സദസ്സ് ഇവിടെ കേൾക്കുന്നുണ്ട്. ആ സദസ്സ് ഇത് മനസ്സിലാക്കുന്നത് ഇത് ഒരു ആരോപണമല്ല, സത്യത്തിൽ നിങ്ങളുടെ വിശ്വാസം നാവ് കൊണ്ട് പറയാം, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാ. ഈ പ്രാർത്ഥനയാണെന്നുള്ള അത് മനസ്സിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അപ്പൊ അത് വെറുതെ നാവ് കൊണ്ട് ഇങ്ങനെ വെറുതെ പറയുന്ന സംഗതിയൊന്നുമല്ല. അപ്പൊ ഈ സദസ്സ് അത് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം ഇത് വെറും ശിർക്കാരോപണമാണോ അല്ലെങ്കിൽ ഇത് ഒരു വ്യക്തമായ ഒരു ആരോപണമാണോ എന്ന് വളരെ കൃത്യമായി സദസ്സ് കേൾക്കുന്നുണ്ടോ അല്ലെന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കേണ്ട. അതൊക്കെ അല്ലേ തന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്താ ചോദിക്കും, വിശദീകരിക്കാനോ വയന്ന് പറയാനോ അല്ല മൈക്കാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? മൺമറഞ്ഞവരെന്നുള്ള വ്യത്യാസം നിങ്ങൾ പറഞ്ഞിട്ടില്ല. മഹാത്മാക്കളാവട്ടെ അല്ലാത്തവരാവട്ടെ ആരാവട്ടെ ഞാൻ പറഞ്ഞു പറ്റൂല. കാരണം ഇലാഹാണെന്നുള്ള പരിവേഷത്തിലാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ആ ചോദ്യം സൃഷ്ടികൾക്ക് നൽകാൻ പാടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ, ഇത് വലിയ വിശ്വാസപരമായ കാര്യമാണ് ഈ പറഞ്ഞ സാധാരണക്കാരോട് ചോദിക്കണം. നിങ്ങൾ ആദ്യത്തെ നിങ്ങൾ ചോദ്യം മറക്കാൻ പാടില്ല. മൺമറഞ്ഞവരെന്നോ ശംസുലുലമയെന്നോ ആരാവട്ടെ ഈ ഇരിക്കുന്ന ആളുകളാവട്ടെ ഇവരോട് ചോദിക്കൽ, ഈ ചോദിക്കാന്നുള്ളത് ഇത് എങ്ങനെ വിശ്വാസമാണത്? ഇത് വിശ്വാസ. ഇതിന് നിങ്ങൾ പ്രാർത്ഥന എന്ന് പേരിട്ടു. നിങ്ങൾ മലയാളത്തിൽ ആ പ്രാർത്ഥന എന്ന് പേരിട്ട പദം കൊണ്ട് നിങ്ങൾ ഉദ്ദേശം എന്താ? സാധാരണ നമ്മൾ പറയുന്ന ദ്വാർക്ക എന്നുള്ള മൈനാക്കാണോ? ആ അർത്ഥത്തിനാണോ? ദ്വാർക്ക എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപേക്ഷിക്കുന്നതിന് ഇബാദത്തിന്റെ ദുആ എന്ന് പറയില്ല. അത് തെറ്റിദ്ധരിച്ചു പോയതാ. ഭാഷാപരമായ അതിന് ദുആ എന്ന് ഭാഷയിൽ പറഞ്ഞല്ലേ എന്നുള്ളതല്ല ചർച്ച. മലയാളത്തിൽ നിങ്ങൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ചക്കക്കുരു എന്ന് പേരിട്ടോല് ഇവിടെ കുഴപ്പമില്ല. മറിച്ച് ഇസ്ലാമിന്റെ സാങ്കേതികാശയത്തിൽ പറയുന്ന ദുആ എന്ന ആ വാക്കിനെ പറ്റി പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറഞ്ഞുകാണ്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്നത് നിങ്ങളെ കുഴപ്പമില്ല, നിങ്ങൾ വേറെ എവിടുന്നോ തെറ്റായി മനസ്സിലാക്കിയ ആ ആളുകളുടെ കുഴപ്പമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചാൽ ചോദിക്കാം, അല്ലാതെ ആളുകളുടെ വക്കാലത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ആ വിഷയം ഞാൻ ക്ലിയർ ആയി. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വിശ്വാസം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ വിശ്വാസം വളരെ എനിക്ക് വൃത്തിയായി. നിങ്ങളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം വളരെ ഗുരുതരമായ അപകടമാണെന്ന് എനിക്ക് വളരെ വ്യക്തമായി എന്നാണ് ഞാൻ അറിയിച്ചത്. തക്ബീർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാം. രണ്ടാമത് അനുവദിക്കുകയാണെങ്കിൽ എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ചോദിക്കാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ കാര്യം വളരെ ഗുരുതരമാണെന്ന് എനിക്ക് വ്യക്തമായി എന്ന് തൊള്ളോണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല സുഹൃത്തുക്കൾ. ഈ ആൾക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. ഇവര് തക്ബീർ ചൊല്ലിയത് ഇവരൊക്കെ മണ്ടന്മാരാന്ന വിചാരം. നിങ്ങളെ മാതിരി പിന്നെ ചോറും ചാറും കഴിക്കണവർ തന്നെയാണ്. ഇവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ പറഞ്ഞ അഖീദ ഗുരുതരമാണെന്ന് ബോധ്യമായത്? അപ്പൊ നിങ്ങളെ പറഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ ബോധ്യമാക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കണം, ഇനിയും പഠിക്കണം, ചിന്തിക്കണം, ഇനിയും ചിന്തിക്കണം, ചോദിക്കണം, ഇനിയും ചോദിക്കണം, എന്നിട്ട് സത്യം കണ്ടെത്തണം, ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കണം. നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഈ അള്ളാഹുവല്ലാത്ത ഇതൊരു വലിയ ഇമ്മിണി ചോദ്യം. നിങ്ങൾ പലയിടത്തും ചോദിച്ച ചോദ്യമാണ്, ഞങ്ങൾക്കറിയാം. ഈ ചോദ്യം അള്ളാഹു അല്ലാത്തവരോട് എല്ലാം ചോദിക്കാൻ പറ്റുമോ? നമ്മളെ മറുപടി എങ്ങനെയുണ്ട്? അള്ളാഹ് അല്ലാത്തവർ അള്ളാഹിനെയും സൃഷ്ടികളിനെയും തുലനം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഞാൻ പറയുന്നത്, ഇത് കർമ്മല്ല പറയുന്നത്. അള്ളാഹുവിനെയും സൃഷ്ടികളെയും തുലനം ചെയ്യാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ മുഖാലഫത്തുൽ ലിൽ ഹവാദിസ് എന്ന് പറഞ്ഞ സവിശേഷമായ ഒരു വിശേഷണം കൊണ്ട് സിദ്ധമായവനാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം, സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ തുലനപ്പെടുത്തലുണ്ടല്ലോ, അത് ശരിയല്ല എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹിനോട് ചോദിക്കുന്ന ആ പരുവത്തിലുള്ള ഒരൊറ്റ ചോദ്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. മറിച്ച് സൃഷ്ടികൾ സൃഷ്ടിയാണ്, റസൂലെ ആയിട്ടുള്ളൂ, സാധാരണക്കാരനെ ആയിട്ടുള്ളൂ, മനുഷ്യനെ ആയിട്ടുള്ളൂ, മൃഗമേ ആയിട്ടുള്ളൂ, മരക്കേ ആയിട്ടുള്ളൂ. അവരൊന്ന് ഇലാഹിന്റെ തസ്തികയിലേക്ക് ഉയർന്നവരല്ലെന്നുള്ള യാഥാർത്ഥ്യബോധത്തോടുകൂടി അവരോട് ചോദിച്ചാൽ ആ ചോദ്യത്തെ നിരുപാധികം നമ്മൾ വിലയിരുത്തുമ്പോൾ അത് തെറ്റല്ല, അതിൽ ഹറാമില്ല, കറാഹത്തില്ല. ഇതാണ് പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ അല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ദീനിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ദീൻ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പാപം പൊറുക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്നിരിക്കെ, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്നിരിക്കെ, ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണെന്ന് റസൂലും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ച സന്ദർഭത്തിൽ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ മഹാത്മാക്കളോട് ചോദിക്കാം. അത് പറയുമ്പോൾ ഞാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂലല്ലോ. അത് സമ്മതിക്കാൻ എന്റെ മനസ്സിൽ അനുവദിക്കുന്നില്ല. പാപം പൊറുക്കുന്നവനും
അതുപോലെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനും ഹിദായത്ത് നൽകുന്നവനും അള്ളാഹു മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ചോദ്യരൂപത്തിലാക്കി നിങ്ങൾ പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്, അതേപോലെ തന്നെ പാപം പൊറുക്കുന്നവൻ അള്ളാഹുവാണ്. പിന്നെന്തൊക്കെയാ പറഞ്ഞത്? അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലാതെ ഞാൻ പറയുന്നത് ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളാഹു ഖുർആനിലുണ്ട്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു, അള്ളാഹുവാണ് ഭക്ഷണം കൊടുക്കുന്നവൻ. അപ്പൊ ഇനി നമ്മള് റേഷൻ പീടികയിൽ പോയിട്ട് ഭക്ഷണം ചോദിച്ചാലോ? അള്ളാഹു തീർക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾ ആ ചിരിയുടെ ഉള്ളിൽ ഒതുക്കി വെച്ചതായ മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം എന്ന് പറയുന്നത് അത് മനുഷ്യർ അള്ളാഹു നൽകിയതായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്, കഴിവാണ് എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനോട് ഹിദായത്ത് തരണേ എന്ന് നമ്മൾ പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്താ? ഹിദായത്ത് സൃഷ്ടിക്കണേ എന്നല്ല, അള്ളാഹുവെ നീ ഹിദായത്ത് തരണേ എന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ല മുഹമ്മദ് നബിയെ താങ്കൾ ഹിദായത്ത് തരണേ എന്ന് പറയുന്നത്. മറിച്ച് ഒരു വിശ്വാസിയുടെ മനസ്സിൽ അവന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവെ നീ ഹിദായത്ത് തരണേ എന്ന് പറഞ്ഞാൽ ഹിദായത്തിന് നീ സൃഷ്ടിക്കണേ എന്നാണ്, ഖൽഖ് ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം. അതേ സമയത്ത് മുഹമ്മദ് നബിയെ താങ്കൾ ഹിദായത്ത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദ് നബിയെ താങ്കൾ ഹിദായത്തിന്റെ ഒരു കാരണക്കാരനായി വർത്തിക്കണേ എന്നേ അതിനർത്ഥമുള്ളൂ. അതേ ഒരു മുവഹിദ് ഉദ്ദേശിക്കുള്ളൂ, അതേ ഒരു ഏകദൈവ വിശ്വാസിയുടെ മനസ്സിൽ വരികയുള്ളൂ, അല്ലേ? അതേപോലെ തന്നെ റേഷൻ പീഡിയക്കാരനോട് പോയിട്ട്, അല്ലെങ്കിൽ മാതാവിനോട് പോയിട്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് പോയിട്ട് ഭക്ഷണം തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഒരു കാരണക്കാരനായി വർത്തിക്കണേ, ഇതേ ഒരു മുസ്ലിം ഉദ്ദേശിക്കുന്നുള്ളൂ, അതേ ഒരു മുവഹിദിന്റെ മനസ്സിൽ വരുന്നുള്ളൂ. ആ രൂപത്തിൽ നമ്മൾ ഹിദായത്ത് നൽകണേ എന്നോ ഭക്ഷണം നൽകണേ എന്നോ സൃഷ്ടികളോട് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു ശിർക്കും ഇവിടെ വരാനില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഹിദായത്ത് നൽകുന്നവൻ അള്ളയാണ്, പിന്നെ പാപം പൊറുക്കുന്നവൻ അള്ളയാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കെ റസൂലിനോട് ഹിദായത്ത് ചോദിക്കാമോ? ഇതാവ ചോദിച്ചത്. തത്തുല്യമായ ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്. അതിന്റെ അർത്ഥം എന്താ? ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടല്ലാത്തതുകൊണ്ട് ഭക്ഷണം ചോദിക്കാൻ പാടില്ല എന്നാണോ? ഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം പേടിക്കണം. ഖുർആൻ സൂറത്തുൽ ബഖറയിലില്ലേ, എന്നെ മാത്രം പേടിക്കണം. അതിന്റെ അർത്ഥം ഇനി വേറെ ആരെയും പേടിക്കാൻ പാടില്ലാന്നാ? മാതാപിതാക്കളെ പേടിക്കാൻ പാടില്ലാന്നാ? സിംഹം കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ പേടിച്ചോടാൻ പാടില്ലാന്നാ? ശത്രുക്കളെ ബോംബിട്ടാ പോയി പേടിച്ചോടാൻ പാടില്ലാന്നാ? അതൊക്കെ ശിർക്കാണെന്നാണ്. എന്തൊരു പൊട്ടത്തരായി പറയുന്നത്. മക്കാ മുശ്രിക്കുകളും കൂടി മാത്രം പൊട്ടന്മാരല്ല. അങ്ങനെയുള്ള പൊട്ടത്തരാണ് ഈ പറയുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മറിച്ച് അവിടേക്ക് എന്താ അർത്ഥം? എന്നെ മാത്രങ്ങൾ പേടിക്കണം എന്ന് പറയുന്ന അർത്ഥം എന്താ അറിയോ? സ്രഷ്ടാവ് ഇലാഹ് എന്ന പരിവേഷത്തിലുള്ള പേടി അള്ളാഹുവിനെ മാത്രമേ ചെയ്യാവൂ. ആ പേടി വേറെ ആളോടും പേടിക്കാൻ പാടില്ല. അതേ സമയത്തോ സിംഹം എന്നുള്ള നിലക്ക്, മാതാപിതാക്കൾ എന്ന നിലക്ക്, പ്രവാചകൻ എന്ന നിലക്ക്, ഉസ്താദ് എന്ന നിലക്ക്, ഭരണാധികാരി എന്ന നിലക്ക്, പോലീസുകാരൻ എന്ന നിലക്ക് പേടിക്കുന്നതോ ആ പേടിയോ അത് അവരൊക്കെ അള്ളാഹു സൃഷ്ടിക്കുന്ന ഒരു സംവിധാനത്തിന്റെ കാരണക്കാർ മാത്രം എന്ന വിധത്തിലാണ് ഒരു മുസ്ലിം വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുവാൻ വേണ്ടിയാണ് മുഴുവൻ പ്രവാചകന്മാരോട് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് തെറ്റല്ലേ എന്നുള്ള ആ ചോദ്യം നിലവാരമില്ലാത്തൊരു ചോദ്യം. നേരത്തെ ചോദ്യം ചോദിച്ച ആള് പുറത്തെന്തോ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. 2 ചോദ്യം ചോദിക്കാനേ അവസരം, 2 അല്ല 5. എത്ര നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? എത്ര സമയം നമ്മൾ എത്ര അവസരം കൊടുത്തു? 2ൽ കൂടുതൽ അവസരം. 5 അവസരമാണോ കൊടുത്തത്? ഇത്രയും അവസരങ്ങൾ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. 2 അവസരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നൊന്നും പറഞ്ഞുകൊണ്ട് പുറത്ത് ദുഷ്പ്രചരണം നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ സത്യം പറഞ്ഞു തന്നിട്ട് അത് ഉൾക്കൊള്ളാത്ത ആളുകളെ പറ്റി എന്താ പറഞ്ഞത്? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു മൂടി വെച്ചിരിക്കുന്നു, അവരുടെ കാതുകളിൽ അല്ലാഹു സീൽ വെച്ചിരിക്കുന്നു, അവരുടെ കണ്ണുകളിൽ മൂടിയാണുള്ളത്. അതുകൊണ്ട് അവർ കാര്യം ഉൾക്കൊള്ളൂല. ഈ ഒരു വിഭാഗത്തിൽ പെട്ടുപോകാതെ സത്യസന്ധമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തരുമ്പോൾ അത് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള മനസ്സിന്റെ വിശാലതയാണ് ഏതൊരു വിശ്വാസിയും വെച്ചുപുലർത്തേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.